നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമേ ആ പരാജയത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരിടത്ത് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പെൺ സുഹൃത്തുക്കളായിരുന്നു. അവരിങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന സമയത്ത് ഒരു പാർക്കിൽ അവർ പോകാനിടയായി. അങ്ങനെ ആ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാർ പറഞ്ഞു, എടി നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാൻ പോയി. അപ്പോഴാണെങ്കിൽ ആ കൂട്ടുകാരി അങ്ങ് മേടിക്കാൻ പോയി, മറ്റേ കൂട്ടുകാരി അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ആ കൂട്ടുകാരി വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഓ എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എന്തു ചെയ്യും, ആകെപ്പാടെ ഡൗൺ ആണല്ലോ ഞാൻ, എനിക്ക് കുറേ കുറവുകളുണ്ട്, ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ലൈഫിൽ ഫ്രണ്ടിലോട്ട് പോകും, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആ ഒരു കുട്ടിയുടെ ഫ്രണ്ടിലോട്ടാണ് ഒരു കിളി വന്ന് പെട്ടെന്ന് വീണു. ആ കിളിക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒറ്റ കാലേ ഉള്ളൂ, പക്ഷെ അത് നടന്നിരുന്നത് മറ്റു കിളിയെക്കാളും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. അങ്ങനെയാണ് ആ കിളിയാണ് അങ്ങനെ നടന്ന് നീങ്ങുന്നത് കണ്ടുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ തീറ്റ തേടി ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കുട്ടിയാണ് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായത്, ആ കിളിക്ക് ഒരു കാലേ ഉള്ളൂ, എന്നിട്ടും അത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഒരുപാട് കഴിവുകളും ഉണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ കുറവുകളെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലോചിച്ചു. അങ്ങനെയാണ് അതിൻ്റെ അടുത്ത കൂട്ടുകാരി ഐസ്ക്രീമായിട്ട് വന്നു. അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, ഈ കിളികളെ പോലാവണം നമ്മളും. നമ്മളുടെ കുറവുകൾ എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ മുകളിൽ നമുക്ക് വിജയം നേടണം. ഇരുവരും അങ്ങനെ അതും പറഞ്ഞ് അവരുടെ കുറവുകളെ അവർ മറന്ന് ആ ഒരു നിമിഷം അവർ സന്തോഷത്തോടെ ഐസ്ക്രീം കഴിച്ച് വളരെ ചിരിച്ച് കളിച്ച് തൻ്റെ പഴയ കാലങ്ങളും പഴയ സൗഹൃദത്തിൻ്റെ കഥകളും പങ്കുവെച്ച് അങ്ങനെ അവർ പിരിഞ്ഞു. ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ കാണും ഇതുപോലെ ഓരോ അപരാജിതയായ, അതിന് അവരങ്ങനെ ഒരു പേരിട്ടായിരുന്നു, അതാണ് അപരാജിത എന്ന് പറഞ്ഞാൽ ആ കിളിയുടെ പേരാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാകും തൻ്റെ കുറവുകളെ മറന്ന് തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അവർ നേടിയെടുക്കുന്നവരായിരിക്കും. നിങ്ങളും അതുപോലെ ആയിരിക്കണം. നമുക്ക് ഇഷ്ടംപോലെ കുറവുകളുണ്ടാവും അല്ലേ? ഓരോരുത്തരും ഓരോ കുറവ് കാണും. ദൈവം ആരും പെർഫെക്റ്റ് ആയിട്ടല്ല സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കുറവുകളെ മറന്നിട്ട് നമ്മൾ മുന്നേറണം, നമ്മൾ ജീവിക്കണം. ആ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ അങ്ങ് ജീവിക്കണം. എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ഡൗൺ ആയി പോകരുത്. നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള അവസരങ്ങളും മാർഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.